ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഗീ റൈസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, വലിയുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി കുറച്ച് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി കൂടി ഒരല്ലി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡാൽഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഓൾറെഡി ഞാൻ ഒരെണ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതാ മല്ലിയില എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ഇതാ കറിവേപ്പിലയാണ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുവിധം ഒന്ന് റെഡിയായിട്ടുണ്ട്. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് പച്ചരിയാണ്, 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി അരി ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഞാനിതാ ഗ്രീൻ പീസ്, കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് കിടന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കളറ് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിയാണ്, ഒരു കളറും കിട്ടും. ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ 1.5 ഗ്ലാസ് പച്ചരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് 2 വിസിലാവുന്നത് വരെ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 വിസിലൊക്കെ ആയതിന് ശേഷം നോക്കിയപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ലൊരു ഗീ റൈസാണിത്. നല്ല ടേസ്റ്റാട്ടോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വെജിറ്റബിൾസൊക്കെ ഇട്ടതുകൊണ്ട് അവർക്ക് ഹെൽത്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളി അരിഞ്ഞ് പച്ചമുളകും കൂടി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ടാണ്. ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബായ്.